السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. صلى الله عليك يا سيدي يا رسول الله. صلى الله عليك يا سيدي يا حبيب الله. صلى الله عليك يا سيدي يا خير خلق الله. اللهم فصل وسلم وزد وبارك عليه وعلى آله وأهل بيته وعترته وأزواجه وأحفاده وأصحابه وتابعيهم وتابعي تابعيهم إلى يوم الدين. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واذكرن ما يتلى في بيوتكن من آيات الله والحكمة. واذكرن ما يتلى في بيوتكن من آيات الله والحكمة إن الله كان لطيفا خبيرا. إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ നമ്മുടെയൊക്കെ പ്രിയങ്കരരായ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ധീരശബ്ദമായ പൂക്കോട്ടൂരിന്റെ എന്ന് പറഞ്ഞുകൂടെ കേരള മുസ്ലിമീങ്ങളുടെ തന്നെ അഭിമാനമായ അഭിനന്ദരായ ഉസ്താദ് അവറുകൾ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ ഉസ്താദ് അവറുകൾ 16 വർഷമായി ഇവിടെ വ്യവസ്ഥാപിതമായി ഹജ്ജ് ക്യാമ്പ് നടക്കുകയാണ്. ഇത്രയും കാലം ചെയ്ത സേവനവും ഇന്നത്തേതും ഇവിടെ അങ്ങോട്ടുമുള്ള ബഹുമാനപ്പെട്ട സമസ്തക്കും മുസ്ലിം ഉമ്മത്തിനും ബഹുമാനപ്പെട്ടവർ ചെയ്തു കഴിഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. അഭിനന്ദരായ മാനുതങ്ങൾ, മറ്റു വേദിയിലും സദസ്സിലും സന്നിഹിതരായ പ്രഗത്ഭരായ
ഈ പ്രദേശത്തെ നമ്മുടെ PKMIC അങ്ങനെയല്ലേ, നമ്മുടെ സ്ഥാപനങ്ങളുടെയൊക്കെ ഭാരവാഹികളെ, 10 ലക്ഷത്തോളം രൂപ ചെലവിട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു പന്തൽ സംവിധാനിച്ച് ഇവിടെ നിങ്ങൾക്ക് ഇരിക്കാൻ, നമുക്കൊക്കെ വന്നിരിക്കാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പൂക്കോട്ടൂർ ഉസ്താദ് പറഞ്ഞ പോലെ ഒരുപാട് ആളുകളുടെ ചോരയും നീരുമാം വിയർപ്പുമാണത്. അള്ളാഹു അവരുടെയൊക്കെ ആ സ്വതക്കകൾ അള്ളാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 10ാം ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ പെൺകുട്ടികൾക്ക് 2 വർഷത്തെ ദീനി കോഴ്സാണ്. ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ താമസിച്ച് പഠിക്കാനുള്ള സൗകര്യം പൂക്കോട്ടൂർ ഒരുങ്ങുകയാണ്. അല്ലാഹു തആല ആ പദ്ധതി ഉദ്ദേശിച്ചതിലും ബൃഹത്തായ രീതിയിൽ അല്ലാഹു വിജയിപ്പിച്ചു തരട്ടെ. നമുക്ക് വഫിയ കോഴ്സുണ്ട് പെൺകുട്ടികൾക്ക്, 10ാം ക്ലാസ് കഴിഞ്ഞ് 5 വർഷത്തെ കോഴ്സ്. പൂക്കോട്ടൂർ ഉസ്താദ് സൂചിപ്പിച്ച പോലെ തന്നെ സ്ഥല പരിമിതികൾ, എല്ലാ ജില്ലകളിലും സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും ഉദ്ദേശം ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും വഫിയ സ്ഥാപനങ്ങൾ ഉണ്ടെന്നാണ് എന്റെ അറിവ്. പക്ഷേ ഡിമാൻഡ് കൂടുതലാണ്. ഒരുപാട് പെൺകുട്ടികളെ വന്ന് പഠിപ്പിക്കാൻ അപേക്ഷ വരുന്നുണ്ട്, പക്ഷേ നമുക്ക് സൗകര്യങ്ങളില്ല. അപ്പൊ നമുക്ക് 50 കുട്ടികളെ താമസിപ്പിച്ച് പഠിക്കാനുള്ള സൗകര്യം കൊണ്ടാണ് ഇപ്പൊ ആരംഭിക്കുന്നത്. അത് നമുക്ക് 500ഉം 1000ഉം ആക്കി അതിനെ അപ്ഗ്രേഡ് ചെയ്ത് വലിയൊരു സംവിധാനം ഇൻഷാ അല്ലാഹ് ഹജ്ജ് ക്യാമ്പ് കൊണ്ട് പ്രസിദ്ധമായ ഈ മണ്ണിൽ, ഖിലാഫത്തിന്റെ ആ ഒരു ഷഹാദത്തിന്റെ മണമുള്ള ഈ മണ്ണിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന് നമ്മുടെ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുങ്ങുന്ന ഒരു വലിയ സ്ഥാപനം, അതിന്റെ ഒരു കേന്ദ്രമായി നമ്മുടെ ഈ സ്ഥാപനം വളർന്നു വരണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ വിഷയവും ബഹുമാനപ്പെട്ട ഉസ്താദ് സൂചിപ്പിച്ചതുകൊണ്ട് തന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മഹദിമാർ പാണ്ഡിത്യത്തിന്റെ പറുദീസയിൽ എന്ന ഒരു ആശയം, ഒരു ടൈറ്റിലാണ് ഇന്നത്തെ ഈ പ്രഭാഷണത്തിന് കണ്ടിരിക്കുന്നത്. വലിയ ഒരു ലെഗസി, മനോഹരമായ ആത്മീയ വൈജ്ഞാനിക പാരമ്പര്യം ഈ ഉമ്മത്തിനുണ്ട്. അതെവിടെയോ നഷ്ടപ്പെട്ടു പോകുകയാണോ എന്ന് നമ്മൾ പേടിക്കുന്നു. നമ്മുടെ മക്കൾ പണ്ഡിതകളായി വളരണമെന്നാണ്. ഒളിച്ചോട്ടവും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാവാതെ അങ്ങനെ ജീവിച്ചു പോയാൽ മതി എന്നതിലപ്പുറം ഏറ്റവും സുസജ്ജമായ ഈമാനിക പ്രതിബദ്ധതയുള്ള ഒരു നല്ല പെൺകുട്ടികളായി, നല്ല സമൂഹമായി നമ്മുടെ മക്കൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമൊക്കെ വളരണം. അതിനല്ലാഹു അവസരമൊരുക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അസ്ര നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ നമ്മൾ നിർത്തുന്നു, ഉടനെ പോയി നിസ്കരിക്കുന്നു, എന്നിട്ട് ബാക്കി ക്ലാസ് തുടരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ അഹ്സാബിലെ 34-35 ആയത്തുകളാണ് ഞാൻ ഓതിവെച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَاذْكُرْنَ مَا يُتْلَى فِي بُيُوتِكُنَّ مِنْ آيَاتِ اللَّهِ وَالْحِكْمَةِ إِنَّ اللَّهَ كَانَ لَطِيفًا خَبِيرًا. وَاذْكُرْنَ, സഹോദരിമാരെ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ പഠിക്കണം. മാ യുത്ലാ ഫീ ബുയൂതികുൻ, നിങ്ങളുടെ വീടുകളിൽ ഓതപ്പെടുന്ന അല്ലാഹുവിന്റെ വചനങ്ങളുണ്ടല്ലോ. മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളും ദീനിന്റെ വിവരങ്ങളും നിങ്ങൾ പഠിച്ചെടുക്കണം. ഖുർആൻ ഓതുന്ന പെണ്ണുങ്ങളുണ്ട്. അൽഹംദുലില്ലാ, നമ്മൾ പറയും പെണ്ണുങ്ങളൊക്കെ ബഹുഭൂരിഭാഗവും മഗ്രിബായി കഴിഞ്ഞാൽ സീരിയലോ സിനിമയോ കണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല, വലിയൊരു വിഭാഗം നന്മ ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട്. മഗ്രിബായി കഴിഞ്ഞാൽ അതൊക്കെ പൂട്ടിവെച്ചിട്ട് ഖുർആനും ദിക്റും ദുആകളുമായി കഴിയുന്ന എത്രയോ മഹദിമാർ നമ്മുടെ ഈ ഉമ്മത്തിനുണ്ട്. അല്ലാഹു ആ നന്മ നിലനിർത്തി തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹു തആല അവരോട് പഠിക്കാൻ പറഞ്ഞ ആയത്താണിത്. നിങ്ങൾ തഫ്സീർ പഠിക്കണം, നിങ്ങൾ ദീനി വിദ്യാഭ്യാസം നുകരണം. ആ ഒരു ആശയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഈ ഉമ്മത്തിൽ കഴിഞ്ഞുപോയ വലിയ വലിയ പണ്ഡിതകളെ നമുക്കിന്ന് പഠിക്കാൻ കഴിയും. മനോഹരമായ പേരുകൾ, പെൺകുട്ടികൾക്കൊക്കെ പേരിടണമെങ്കിൽ കുറച്ച് പേരുകളൊക്കെ ഒന്ന് വരാൻ പോകുന്നുണ്ട് ചർച്ചയിൽ. അതൊക്കെ ഒന്ന് കണ്ടുവെച്ചോളെ. അത്രയും
വലിയ മഹത്തരമായൊരു പാരമ്പര്യം നമ്മുടെ മുമ്പിലിരിക്കുകയാണ്. ആ മഹതിമാരെ പോലെ നമ്മുടെ പെൺകുട്ടികളൊക്കെ ഒന്ന് ആയി വരണം എന്ന ആഗ്രഹം നമുക്കുണ്ട് ഇൻഷാ അല്ലാഹ്. മഹാനായ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ പ്രമുഖനാണ്, പ്രഗൽഭനായ മുഹദ്ദിസാണ്, ഹദീസ് പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവരുടെ മകൾ പണ്ഡിതയായിരുന്നു, വലിയ പണ്ഡിതയാണ്. കല്യാണം കഴിഞ്ഞ അന്ന് സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഭർത്താവായ അബൂ ഉദാഅ റളിയല്ലാഹു അൻഹുവിനോട് ഒരു കാര്യം പറഞ്ഞത് ഞാൻ ഓർത്തുപോവുകയാണ്. നമ്മൾ ആ ഒരു ചരിത്രത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. പുതിയാപ്പിളയാണ്. രാവിലെ ഷർട്ടും തലപ്പാവൊക്കെ ധരിച്ച് പുറത്തിറങ്ങുമ്പോ മോള് ചോദിച്ചു, അല്ല എങ്ങോട്ടാ പോകുന്നത്? ഇലാ ദർസി സഈദ് ബിൻ മുസയ്യിബ്. സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി പോവാൻ, ദർസിലേക്ക് പോവാൻ എന്ന് പറഞ്ഞാൽ നിന്റെ ഉപ്പാന്റെ എന്റെ അമ്മോഷന്റെ ക്ലാസ് കേൾക്കാൻ പോവാണ്. അപ്പൊ മോള് പറഞ്ഞു, ഇജ്ലിസ്, അത്രയാണ് വിഷയം, ഇവിടെ ഇരുന്നോളൂ. ഫഇന്നി ഉഅല്ലിമുക ഇൽമ സഈദ്, വാപ്പയുടെ ഇൽമ ഞാൻ ഇവിടെ നിന്ന് പഠിപ്പിച്ചു തരാം. വാപ്പ ഏത് കിതാബ് ഓതി തരുന്നുണ്ടോ ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാമെന്ന് സ്വന്തം ഭർത്താവിനോട് പറഞ്ഞുകൊടുത്ത പെണ്ണാണ് ഭർത്താവായ അബൂ ഉദാഅ റളിയല്ലാഹു അൻഹുവിനോട് സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ മോള് വാപ്പ ഓതിത്തരുന്ന കിതാബ് ഞാൻ ഓതിത്തരാം. കല്യാണം കഴിച്ച വലിയ അത്ഭുതമാണ്. സഈദ് ബിൻ മുസയ്യിബ് തങ്ങളുടെ മകളെ, ഈ മോളെ കല്യാണം കഴിക്കാൻ അന്നത്തെ പ്രഗൽഭനായ അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന അമവി രാജാവിന്റെ മകൻ വലീദ് എന്ന രാജകുമാരൻ, പ്രിൻസ് വലീദ്, അന്നത്തെ പ്രിൻസ് വലീദ് ഉണ്ട്, രാജകുമാരനായ വലീദ് ബിൻ അബ്ദുൽ മലിക്, എന്റെ മകന് കെട്ടിച്ചു തരുമോ നിങ്ങളുടെ മോളെ എന്ന് ചോദിച്ചിട്ടുണ്ട് രാജാവ്. ആരോട്? പണ്ഡിതനായ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിനോട്. പറഞ്ഞു, എന്റെ മോളെ കെട്ടിച്ചു തരില്ല. എന്നിട്ട് ആർക്കാ കെട്ടിച്ചു കൊടുത്തെന്നറിയോ? 3 ദിർഹം മാത്രം കയ്യിലുണ്ടായിരുന്ന അബൂ ഉദാഅ എന്ന് പറഞ്ഞ തന്റെ ശിഷ്യനാണ്. കഥ പറയുന്നുണ്ട് ശിഷ്യൻ. അതും ഒരു ഭാര്യയെ കല്യാണം കഴിച്ച് ഭാര്യ മരിച്ചുപോയതിന്റെ ശേഷം 2ാമത്തെ വിവാഹമാണ്. ആളുകൾ ക്വസ്റ്റ്യൻ ചെയ്തു എന്നാണ്, രാജാവിന്റെ മകന് കല്യാണം ആലോചിച്ചിട്ട് നിങ്ങൾ കെട്ടിച്ചു കൊടുക്കാതെ നിങ്ങളുടെ മുതാല്ലിമായ ഒരു സാധുവായ കുട്ടിക്കാണോ നിങ്ങൾ കൊടുക്കുന്നത്, കെട്ടിച്ചു കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്റെ മോൾ രാജകൊട്ടാരത്തിൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, പെട്ടെന്ന് ഓതെടുത്തോളാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സൗകര്യം ബിൽഡിങ്ങിലുണ്ട്, ആണുങ്ങൾ പള്ളിയിലോട്ട് സൗകര്യമുള്ള സ്ഥലങ്ങളൊക്കെ ഉപയോഗിക്കാം. നിസ്കാരം കഴിഞ്ഞിട്ട് സ്റ്റേജിന്റെ ബാക്കിൽ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുണ്ട്.
സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സ്ഥലം ഒരുക്കിയിട്ടുള്ളത് സ്റ്റേജിന്റെ പിൻഭാഗത്ത് നമ്മുടെ ഡൈനിങ് ഹാളാണ്. ആ ഡൈനിങ് ഹാളിൽ സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ഒളു എടുക്കാൻ സ്വല്പം പ്രയാസം ഉണ്ടാവും. പൂർണ്ണ സജ്ജീകരണം ആവുന്നേ ഉള്ളൂ. തിരക്ക് വെക്കാതെ ഒളു എടുക്കുക.
പ്രമുഖനായ മഹാനായ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട മോൾ വിവാഹപ്രായം എത്തിയപ്പോ വലിയൊരു മഹാപണ്ഡിതന്റെ മോളല്ലേ, ആ മോളെ എന്റെ വീട്ടിലേക്ക് വേണമെന്ന് ഇസ്ലാമിക രാജ്യം ഭരിക്കുന്ന അബ്ദുൽ മലിക് ബിൻ മർവാൻ സ്വന്തം മകൻ രാജകുമാരനായ വലീദ് ബിൻ അബ്ദുൽ മലിക്കിന് വേണ്ടി വിവാഹം ആലോചിച്ചു. ഒരു മടിയും കൂടാതെ മഹാനവറുകൾ പറഞ്ഞ മറുപടി, എന്റെ മോളെ നിങ്ങൾക്ക് കെട്ടിച്ചു തരൂലെന്നാണ്. എന്തിനു ചോദിച്ചു? കാരണം ചോദിക്കണ്ടെന്ന് പറഞ്ഞു. നമ്മളൊക്കെ ആണെങ്കിൽ വല്ല മുതലാളിന്റെ വീട്ടിലേക്ക് എത്തിക്കിട്ടാൻ വല്ല മാർഗമുണ്ടോ എന്ന് ആലോചിച്ച് നടക്കാണ് ഇപ്പൊ അല്ലേ. സയ്യിദുൽ മുസയ്യിബ് തങ്ങൾ പറഞ്ഞു, എന്റെ മോൾ പരിവാരങ്ങളും ഖാദിമാത്തുകളും വീട്ടുജോലിക്ക് ആളുകളും മനോഹരമായ പൂമെറ്റയും നല്ല ഭക്ഷണവും നല്ല ആർഭാടവും ഒക്കെ ജീവിതത്തിലേക്ക് വരുമ്പോ അവളുടെ ദീൻ എവിടെയായിരിക്കും എന്ന് ഞാൻ പേടിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കെട്ടിച്ചു കൊടുക്കൂല. എങ്ങനെ? പൈസ കൈ കിട്ടുമ്പോൾ ദീന് പോകും. നമ്മുടെ കേരളീയ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ചില സംഘടനകളെ തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. നിലപാടുകൾ മാറും. സാമ്പത്തികമായ അഭിവൃദ്ധി കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരവും ഇസ്ലാമും മുസ്ലിമാകുന്നതോ ദുആ ചെയ്യുന്നതോ പോലും വർഗീയതയാണ് എന്നൊക്കെ പറയാൻ തുടങ്ങിയില്ലേ. ഇതൊക്കെ സമ്പത്ത് കയ്യിൽ കിട്ടുമ്പോൾ തോന്നുന്ന സുഖങ്ങളാണ്. സയ്യിദ് മുസയ്യിബ് തങ്ങൾ പറയാണ്, വേണ്ട, അങ്ങോട്ട് വേണ്ട. അങ്ങനെയാണ് സദസ്സിലിരിക്കുന്ന തന്റെ ശിഷ്യൻ 3 ദീനാറ് മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ മഹാനവറുടെ കയ്യിൽ. അബൂവിദാഅ റളിയല്ലാഹു അൻഹു സദസ്സിൽ ഇങ്ങനെ ഖിന്നനായി ദുഃഖിച്ചിരിക്കുമ്പോ മഹാനവറുകൾ ചോദിച്ചു, അബൂവിദാഅ, കുറെ ദിവസമായി കാണാതെ, കുറെ ദിവസമായി ആബ്സെന്റ് ആയിരുന്നല്ലോ, എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇമാമി വസയ്യിദി, എന്റെ ഇമാമും എന്റെ ഉസ്താദുമായ സഈദ് എന്നവരെ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. ആ സങ്കടത്തിൽ ഞാൻ വീട്ടിലായിരുന്നു. 3 ദിവസം അസാഇന്റെ ദുഃഖാചരണവുമായി ബന്ധപ്പെട്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു, സങ്കടത്തിലായിരുന്നു. ഉസ്താദ് ചോദിച്ചു, അബൂവിദാഅ, നിങ്ങളുടെ ഭാര്യ മരിച്ച വിവരം നിങ്ങളുടെ ഗുരുനാഥനായ ഞാൻ അറിഞ്ഞില്ലല്ലോ, അറിഞ്ഞെങ്കിൽ ഞാൻ വരുമായിരുന്നു. ആരാന്നറിയണം? സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു 40 സന, 40 വർഷം വീട് പള്ളി എന്നല്ലാതെ പുറത്ത സ്ഥലത്തേക്ക് പോയിട്ടില്ല എന്നാ. 40 കൊല്ലം വീട് വിട്ടാൽ പള്ളി, ഇബാദത്തിനല്ലാതെ പുറത്തു പോവാത്ത മഹാനാ. എന്നാലും ഞാൻ വരുമായിരുന്നല്ലോ. ആ സങ്കടത്തിലിരിക്കുമ്പോ മഹാനവറുകൾ ചോദിച്ചു, അല്ല, കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടോ? രണ്ടാമതൊരു വിവാഹം, ആദ്യത്തെ ഭാര്യ മരിച്ചില്ലേ, എനിക്കാരാ കല്യാണം കഴിച്ചു തരിക? എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. 3 ദറാഹിം, 3 ദിർഹമേ കയ്യിലുള്ളൂ. 3 ദറാഹിം, 3 ദിർഹമേ കയ്യിലുള്ളൂ. എനിക്കാര് കല്യാണം കഴിച്ചു തരുമെന്ന് ചോദിച്ചു. ഉസവ്വിചുക, ഞാൻ കല്യാണം കഴിച്ചു തരാം. എന്റെ പ്രിയപ്പെട്ട മോളെ, വലീദ് ബിൻ അബ്ദുൽ മലിക് എന്ന രാജാവിന്റെ മകനെ ആലോചിച്ച എന്റെ മോളെ നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നു. സുബ്ഹാനല്ലാഹ്, നിങ്ങളുടെ മോളെയോ? അവർക്കിഷ്ടാവോ? അവർക്കിഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. നിങ്ങൾ നല്ലൊരു മുതഅല്ലിമല്ലേ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യനല്ലേ, നിങ്ങൾക്ക് ഞാൻ കല്യാണം കഴിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. 3 ദിർഹമിന് പകരം. വീട്ടിൽ ചെന്ന്, അന്ന് നോമ്പുകാരനായിരുന്നു, ഉണങ്ങിയ റൊട്ടിയും കുറച്ച് എണ്ണയും നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം മേശമേൽ വെച്ച് ഒരു വീട്ടിൽ ഒറ്റയ്ക്ക്, മക്കളൊന്നും ആയിരുന്നില്ല ആദ്യത്തെ ഭാര്യ മരിച്ചപ്പോ, ഒറ്റയ്ക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി വാതിലടച്ച് ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് വാതിൽക്ക് ആരോ മുട്ടുന്നത്. ചോദിച്ചു, ആരാണ്? സഈദ്. പറഞ്ഞു, ഫതദക്കർതു കുല്ല സഈദിൻ മഅദ സഈദ് ബിൻ മുസയ്യിബ് റഹിമഹുല്ലാഹ്. സഈദ് ബിൻ മുസയ്യിബ് എന്ന മഹാപണ്ഡിതനൊഴികെ എല്ലാ സഈദിനെ പറ്റി ഞാൻ ആലോചിച്ചത്, ഏത് സഈദായിരിക്കും വന്നിരിക്കാൻ. വാതിൽ തുറന്നപ്പോ എന്റെ ഗുരുനാഥൻ എന്റെ വീട്ടിലേക്ക് വന്നിരിക്കുക. 40 കൊല്ലം വീട് മസ്ജിദ് എന്ന ഒരു യാത്രയല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ലാത്ത മഹാനായ ഇമാമുൽ അഇമ്മ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു, സയ്യിദുത് താബിഈൻ. പിന്നെ കല്യാണം കഴിച്ച് നിക്കാഹ് ചെയ്ത് പോയതല്ലേ, ഒറ്റക്കല്ലേ, ഒറ്റയ്ക്ക് നിങ്ങൾ ഇരിക്കണ്ടെന്ന് വിചാരിച്ച് നിന്റെ പുതിയ പെണ്ണിനെയും കൂട്ടി ഞാൻ വന്നിരിക്കുകയാണ്.
അപ്പൊ അവരുടെ മകൾ പിന്നിൽ നിൽക്കുന്നുണ്ട്, നാണിച്ചു നിൽക്കുകയാണ്. ഇതാ എന്റെ മോൾ, നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചോളൂ എന്ന് മോളങ്ങാക്കി കൊടുത്തു. ജീവിക്കാനുള്ള കുറച്ച് ഹദിയയും സമ്മാനമായി കൊടുത്തു. കല്യാണം കഴിഞ്ഞ് ജീവിച്ചോളൂ എന്ന് പറഞ്ഞു. സന്തോഷം കൊണ്ട് അബൂവിദ റളിയല്ലാഹു നേരെ വീടിന്റെ മേലേക്ക് കയറിയിട്ട് പറഞ്ഞു, അയൽവാസികളെ ഒന്ന് വരണം, എന്റെ പുതുനാരി പെണ്ണിവിടെ വന്നിരിക്കാൻ. അപ്പൊ ആരാണ് നിനക്ക് വിവാഹം ചെയ്തത്? സഈദ് ഇബ്നുൽ മുസയ്യിബ്. കദ്ദാബ്, നുണ പറയല്ലേ. സഈദ് ഇബ്നുൽ മുസയ്യിബ് രാജാവിന്റെ മകന് കെട്ടിച്ചു കൊടുക്കാതെ പെണ്ണിനെ ഒരു ചില്ലിക്കാശ് കയ്യിലില്ലാതെ നിങ്ങൾക്ക് കെട്ടിച്ചു എന്നോ? അതേ, അവൾ എന്റെ വീട്ടിലുണ്ട്, ഒന്ന് വരണേ. അപ്പൊ ഉമ്മ കുറച്ചകലെയാണ്. ഉമ്മയെ വിളിച്ചുകൊണ്ടുവന്നു. ഉമ്മ പറഞ്ഞു, മോനെ അബൂവിദ, നിന്റെ മോളെ 3 ദിവസം എനിക്ക് വിട്ടുതരണം. ഞാനൊന്ന് കുളിപ്പിച്ചൊന്ന് റെഡിയാക്കി അവളൊന്ന് മൊഞ്ചാക്കി നിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു തരും. അതുകൊണ്ട് ഇന്ന് ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു ഉമ്മ ആ മോളെ കൊണ്ടുപോവുകയാണ്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്ത പുതിയാപ്പിള. ആദ്യത്തെ ദിവസം 3 ദിവസം കഴിഞ്ഞ് ഉമ്മ കൊണ്ടാക്കി കൊടുത്തു. ആ ദിവസം പിറ്റേന്ന് രാവിലെ ദർസിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുമ്പോഴാണ്, അപ്പോഴും പണ്ഡിതനാണ്, പഠനം നിർത്തിയിട്ടില്ല, മുതഅല്ലിമു കൂടിയാണ്. അപ്പോഴാണ് മോള് പറയുന്നത്, അല്ല എങ്ങോട്ടാ പോകുന്നത്? വാപ്പയുടെ ദർസ് പഠിക്കാൻ വേണ്ടി പോവാൻ. ദർസിന് പോകണ്ടേ, പഠിക്കണ്ടേ? ഇജ്ലിസ് വഅല്ലിമുക ഇൽമ സഈദ്, സഈദ് ഇബ്നുൽ മുസയ്യിബിന്റെ ഇൽമ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് സ്വന്തം പുതിയാപ്പിളക്ക് വാപ്പയുടെ കിതാബുകൾ ഓതിക്കൊടുത്ത മോളാണ് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോള്. ആബിദത്തും ആലിമത്തുമായിരുന്ന നല്ല പെൺകുട്ടികൾ, നമ്മുടെ പെൺകുട്ടികൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന പ്രതിഭാധരരായ നല്ല മക്കൾ. വിശുദ്ധ ഖുർആൻ സൂറത്തു തഹ്രീമിൽ യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹന്നാസു വൽ ഹിജാറ. ജനങ്ങളെ, നിങ്ങളും നിങ്ങളുടെ കുടുംബവും അല്ലാഹുവിന്റെ നരകത്തിൽ പോയി വീഴാതെ നിങ്ങൾ സൂക്ഷിക്കണമേ. വഖൂദുഹ, നരകത്തിന്റെ ഫ്യൂവൽ. വഖൂദ് എന്ന് പറഞ്ഞ ഫ്യൂവൽ, കത്തിക്കാൻ ഉപയോഗിക്കുന്നത്. അന്നാസു വൽ ഹിജാറ, ജനങ്ങളും കല്ലുകളുമാണ് അല്ലാഹുവിന്റെ നരകത്തിൽ കത്തിക്കപ്പെടുന്നത്. അതിലേക്ക് വീഴാതെ നിങ്ങളും കുടുംബവും നിങ്ങൾ സൂക്ഷിക്കണമേ എന്ന ആയത്തിന് മഹാനായ അഷ്റഫുൽ ഖൽഖിന്റെ പുതിയാപ്പിള ആലിമായിരുന്ന അവസാനത്തെ 4ാമത്തെ ഖലീഫയായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ ആയത്തിന് കൊടുത്ത വ്യാഖ്യാനം മുഫസ്സിരീങ്ങൾ പറഞ്ഞു, അദ്ദിബൂഹും വഅല്ലിമൂഹും, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ അദബ് പഠിപ്പിച്ചു കൊടുക്കണമേ, അവർക്ക് നിങ്ങൾ ഇൽമ് പഠിപ്പിച്ചു കൊടുക്കണം, വിജ്ഞാനം കൊടുക്കണം, വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു ആ ആയത്തിന് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. ശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ. പെണ്ണുങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണമേ. വദ്കുർന, നിങ്ങൾ ഓർത്തെടുക്കണം, പഠിച്ചെടുക്കണം. മാ യുത്ലാ ഫീ ബുയൂതികുന്ന, നിങ്ങളുടെ വീടുകളിൽ വായിക്കപ്പെടുന്ന, ഓതപ്പെടുന്നതിന്റെ അർത്ഥം നിങ്ങൾ പഠിക്കണം. എന്താ വായിക്കപ്പെടുന്നത്? നമ്മുടെ ഒന്നിനു പറ്റാത്ത മാഗസിൻ ഒന്നല്ല. എന്താ വായിക്കേണ്ടത്? മിൻ ആയാതില്ലാഹ്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളായ ഖുർആനിന്റെ വചനങ്ങൾ, അതല്ലേ വീടുകളിൽ ഓതപ്പെടുന്നത്. നിങ്ങൾ അർത്ഥം പഠിക്കണം. വൽ ഹിക്മ, അല്ലാഹു നൽകുന്ന തത്വജ്ഞാനങ്ങളും നിങ്ങൾ പഠിക്കണമേ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് സ്വഹാബിയത്തുകൾ കടന്നു വരുന്നത് വിശുദ്ധ ഖുർആനിന്റെ ഈ ആശയം മനസ്സിലാക്കിക്കൊണ്ടാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ദഹബർ റിജാലു ബിഹദീസിക, ഒരു കൂട്ടം പെണ്ണുങ്ങൾ വന്ന് പറഞ്ഞു, നബിയേ, അങ്ങയുടെ ഹദീസുകളെല്ലാം പഠിച്ചു പോകുന്നത് ആണുങ്ങളല്ലേ നബിയേ, പുരുഷന്മാരല്ലേ നബിയേ അങ്ങയോടൊപ്പമുള്ളത്? അവരല്ലയോ അങ്ങയോടൊപ്പം അങ്ങയുടെ പരിശുദ്ധമായ പള്ളിയിലും അല്ലാതെയും ഹദീസുകളും ഖുർആനും പഠിക്കുന്നത് ആണുങ്ങളല്ലേ നബിയേ? ജാഅത് ഇംറഅത്തുൻ ഇലാ റസൂലില്ലാഹ്, ഒരു പെണ്ണ് സ്വഹാബിയത്ത് ഹബീബിന്റെ മുമ്പിലേക്ക് വരുന്നു. فاجعل لنا من نفسك يوما نأتيك فيه تعلمنا مما علمك الله. അതുകൊണ്ട് നബിയെ, ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രം ഇൽമ പഠിക്കാൻ ഒരു സദസ്സ്, ഞങ്ങൾക്ക് അങ്ങയിൽ നിന്ന് ഇൽമ പഠിക്കാൻ ഒരു അവസരം, ഞങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം അങ്ങ് മാറ്റിവെച്ചു തരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അപേക്ഷിച്ചത് വിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും. ഇമാമുന ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്.
ഇജ്തമിഅന ഫീ യൗമി കദാ വകദാ ഫീ മകാനി കദാ വകദാ. ആ പെണ്ണുങ്ങൾക്ക് ഒരു സ്ഥലം നിശ്ചയിച്ചു കൊടുക്കുകയും ഒരു ദിവസം നിർണയിച്ചു കൊടുക്കുകയും അങ്ങനെ ആ പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രം ഹബീബ് തങ്ങൾ അവർക്ക് പഠിക്കാൻ ക്ലാസ് എടുത്തു കൊടുത്തിരുന്നു എന്ന് ഇമാമുന ബുഖാരി റളിയല്ലാഹു അൻഹു. പെണ്ണുങ്ങൾ പഠിച്ചിട്ടുണ്ട്, പഠിക്കേണ്ടവരാണ്. ഉമ്മുൽ മുഅ്മിനീൻ, മുത്തുനബിയുടെ ഭാര്യമാരിൽ ഉമ്മുൽ മുഅ്മിനീൻ പദവി എല്ലാ ഭാര്യമാർക്കും അല്ലാഹു കൊടുത്ത ഭാഗ്യമാണത്. മുഅ്മിനീങ്ങളുടെ മാതാവാകാനുള്ള ഭാഗ്യം കിട്ടിയ ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹുമാ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോളാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ. നബിയുടെ ഭാര്യയാണ് ഹഫ്സ ബീവി. ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ്, ജാഹിലിയ്യ കാലത്ത് മുത്തുനബി തങ്ങൾ വരുന്നതിന്റെ മുമ്പ് കാനത്ത് തതഅല്ലമുൽ കിതാബ, ഹാൻഡ് റൈറ്റിംഗ് പഠിച്ചിരുന്നു. കിതാബ, അറബ് ഭാഷ എഴുതൽ പഠിച്ചുകൊണ്ടിരുന്നത് ജാഹിലിയ്യ കാലത്ത് അറിയപ്പെട്ടിരുന്ന ഒരു എഴുത്തുകാരി പെണ്ണുണ്ട്, അശ്ശിഫാ ഉൽ അദവിയ എന്ന് പറയുന്ന. ജാഹിലിയ്യ കാലത്ത് അക്ഷരം പഠിപ്പിച്ചു കൊടുത്തിരുന്ന ഷിഫാ ഉൽ അദവിയയുടെ ശിഷ്യയായിരുന്നു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോള് ഹഫ്സ റളിയല്ലാഹു അൻഹ. അക്ഷരാഭ്യാസം പഠിച്ചിട്ടുണ്ട്. ഫലമ്മാ തസവ്വജഹ, ഹഫ്സ ബീവിയെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹഫ്സ ശിഫാഉൽ അദവിയുടെ അടുത്തേക്ക് പോയിട്ട് തഹ്സീനുൽ ഖത്തി വ തസീന, എഴുത്ത് പഠിച്ചിട്ടുണ്ട്, ആ എഴുത്തൊന്ന് നന്നാക്കണം. കാലിഗ്രഫി നന്നായി എഴുതാൻ എഴുത്ത് പഠിച്ചിട്ടല്ലേ ഉള്ളൂ. ആ എഴുത്തൊന്ന് നന്നാക്കി ഭംഗിയാക്കി പഠിക്കാൻ ഒന്നുകൂടെ ശിഫാഉൽ അദവിയുടെ ക്ലാസിന് നിങ്ങൾ പോവണമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹഫ്സ ബീവിയോട് പറഞ്ഞത് ഫുതൂഹുൽ ബുൽദാനിൽ ഇമാമുന ബലാദരി റഹ്മഹുല്ലാഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് അക്ഷരാഭ്യാസം നേടാൻ വേണ്ടി ഹഫ്സ ബീവിയോട് പോയി പഠിക്കണം. ശിഫാഉൽ അദവിയ എന്ന ജാഹിലിയ്യ കാലത്തെ പണ്ഡിതയോട് അക്ഷരാഭ്യാസം പഠിക്കാൻ മുത്തുനബി തങ്ങൾ പറയാണ്. എന്തിനേറെ വേണം, പെണ്ണുങ്ങൾക്ക് അഭിമാനമല്ലയോ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ ബിൻതു സിദ്ദീഖ് റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, 63 കൊല്ലത്തെ കൂട്ടുകാരൻ, ഹബീബായ നബി തങ്ങളുടെ ഒപ്പം ചേർന്ന് നിന്ന സാഹിബുഹു ഫിൽ ഗാർ സിദ്ദീഖ് എന്നവരുടെ പ്രിയപ്പെട്ട മോള് ആയിഷ റളിയല്ലാഹു തആല അൻഹ അൽ ആലിമത്തു സാഹിദ, പ്രഗൽഭയായ പണ്ഡിതയായിരുന്നില്ല ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിയുടെ വിവാഹത്തെ സംബന്ധിച്ച് ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ അറിയണം അള്ളാഹുവിന്റെ ചില ഹിക്മത്ത്, അള്ളാന്റെ ഹിക്മത്ത്. അള്ളാഹു കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോഴാ ഒരു ഭാര്യയിൽ ഏറെ നബിതങ്ങൾ വിവാഹം ചെയ്തത്. നബിതങ്ങൾ തങ്ങളുടേതായ സ്വയം തീരുമാനത്തിൽ ജീവിക്കുന്ന കാലം, നുബുവത്തിന്റെ മുമ്പ് തങ്ങൾ ഒരു കല്യാണമാ കഴിച്ചത്. നുബുവത്തായതിന്റെ ശേഷമാണ് ഒന്നിലേറെ വിവാഹം ചെയ്യാൻ അള്ളാഹുവിന്റെ തീരുമാനമുണ്ടായത്. എന്തിനാണെന്നറിയണോ? ആയിഷ റളിയല്ലാഹു അൻഹ നബിയുടെ കൂടെ ജീവിക്കുന്നു, ഹബീബിന്റെ കൂടെ കഴിയുന്നു. ഹബീബിന്റെ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളും ഖിയാമത്ത് നാൾ വരെ നഷ്ടപ്പെടാത്ത സുന്നത്തുകളായി രേഖപ്പെടുത്താൻ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയുമുള്ള മഹദിയ ആയിഷ റളിയല്ലാഹു തആല അൻഹ. ഹബീബ് വഫാത്താകുമ്പോ ബീവിക്ക് വയസ്സ് 19 അല്ലേ? 19 വയസ്സാണ് ആയിഷ റളിയല്ലാഹു അൻഹക്ക്. ആയിഷ ബീവിയെക്കാളും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെക്കാളും ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുകൾ സ്വഹാബത്തിലില്ല. ആയിഷ ബീവിയെക്കാളും മറ്റാരെക്കാളും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇവർ രണ്ടുപേരെ കഴിച്ചിട്ടേ ബാക്കിയുള്ളൂ. ആ മുഴുവൻ സ്വഹാബത്തിനെയും മറികടക്കാൻ മാത്രം പാണ്ഡിത്യമുണ്ടായിരുന്ന നമ്മുടെ ഉമ്മയാണ്, നമ്മുടെ സഹോദരിമാരുടെ മാതൃകയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹാ. 65ഓളം വർഷം പ്രായമുണ്ടായിരിക്കയാ ബീവി ലോകത്തുനിന്ന് വിട പറയുന്നത്. ആ മഹദിയുടെ ഇൽമിനെ സംബന്ധിച്ചാണ് അല്ലാമ സുഹ്രി തങ്ങൾ പറഞ്ഞത്, ലൗ ജുമിഅ ഇൽമു ആയിഷ ഇലാ ഇൽമി ജമീഇൻ നിസാ ലകാന ഇൽമു ആയിഷത അഫ്ളൽ. ആയിഷ ബീവിയുടെ വിജ്ഞാനവും ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളുടെയും വിജ്ഞാനവും എന്ന് ഒരുമിച്ച് കൂട്ടി എന്നിരിക്കട്ടെ, ആരുടെ ഇൽമിനാണ് ശ്രേഷ്ഠത? ലകാന ഇൽമു ആയിഷത അഫ്ളൽ. ആയിഷ ബീവിയുടെ ഇൽമിനാണ് മഹത്വമെന്ന് പ്രഗൽഭനായ പണ്ഡിതൻ ഇമാമുന സുഹ്രി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് പറയിപ്പിച്ചത് മഹദിയുടെ പാണ്ഡിത്യമാണ്. മുത്തുനബി തങ്ങൾ അവരുടെ ഉപ്പയെക്കുറിച്ചല്ലേ പറഞ്ഞത്? ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളുടെയും ഈമാനും സിദ്ദീഖ് എന്നവരുടെ ഈമാനും തട്ടിച്ചു നോക്കിയാൽ സിദ്ദീഖ് എന്നവരുടെ ഈമാനിനാണ് കനം കൂടുതലുള്ളത്. മകളെ സംബന്ധിച്ച് ലോകത്തുള്ള എല്ലാവരുടെ ഇൽമും ഒരു ഭാഗത്തും
ആയിഷ ബീവിയുടെ ഇൽമ മറ്റൊരു ഭാഗത്തും വെച്ചാൽ ആയിഷ ബീവിയുടെ ഇൽമിനാണ് മഹത്വമെന്ന് മഹാനായ സുഹരി ഇമാമിനെ കൊണ്ട് അല്ലാഹു പറയിപ്പിച്ചു. അത്താ ഇബ്നു അബീ റബാഹ് റഹ്മഹുല്ലാഹ് കാനത്തു ആയിഷ ബീവി ആയിരുന്നു അഫ്ഖഹന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഫിഖ്ഹ് ഉണ്ടായിരുന്ന, കർമ്മശാസ്ത്ര വിവരങ്ങൾ ഉണ്ടായിരുന്ന, ദീൻ പഠിച്ചിരുന്ന മഹതിയാണത്. മഹാനായ അല്ലാമ ഇബ്നു അബ്ദുൽ ബർ മഹാനവർകൾ പറഞ്ഞു, കഅന്നഹാ കാനത് വഹീദത അശ്രിഹാ ഫീ തലാസതി ഉലൂം. മെഡിസിന് പോകുന്ന മക്കളുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ, അല്ലേ? ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ടാവും. ഡോക്ടറാവാൻ വേണ്ടി പഠിക്കുന്നവര്. അൽഹംദുലില്ലാഹ്. ആരാ മാതൃക എന്നറിയോ? ആയിഷ റളിയല്ലാഹു അൻഹ അന്നത്തെ ഡോക്ടറായിരുന്നു. അൽഹംദുലില്ലാഹ്. വഹീദത അശ്രിഹാ ഫീ തലാസതി ഉലൂം. മഹാനായ അല്ലാമ ഇബ്നു അബ്ദുൽ ബർ കൊടുത്ത സർട്ടിഫിക്കറ്റാണിത്. ആ കാലഘട്ടത്തിൽ 3 വൈജ്ഞാനിക ശാസ്ത്രത്തിൽ ആയിഷ ബീവിയോളം മഹത്വമുള്ള അറിവുണ്ടായിരുന്ന മറ്റൊരാൾ അറബ് ലോകത്ത്, ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. 3 ശാസ്ത്രം അവർ കൈയടക്കി. 3 ശാസ്ത്രമേഖലകൾ എന്തൊക്കെയാണ്? ഇൽമുൽ ഫിഖ്, ഒന്ന് ദീൻ മനസ്സിലാക്കിയ ദീനിന്റെ അറിവ്, ഇൽമുൽ ഫിഖ്. മറ്റൊന്ന് ഇൽമു തിബ്ബ്, മെഡിസിൻ, വൈദ്യശാസ്ത്രം. മറ്റൊന്ന് ഇൽമു ഷിഅർ, പോയട്രി, കാവ്യം, കവിത പഠിക്കുന്നത്. കാവ്യശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലും ദീനീ വിജ്ഞാനീയങ്ങളിലും ആയിഷ റളിയല്ലാഹു അൻഹയോളം ഒപ്പമെത്താൻ കഴിഞ്ഞ ഒരാളും ഉണ്ടായില്ലെന്ന് പറഞ്ഞത് അല്ലാമ ഇബ്നു അബ്ദുൽ ബർ റഹ്മഹുല്ലാഹ്. ഉമ്മമാരെ, പെൺകുട്ടികളെ, ആ ഒരു ലെഗസിയാണ് നമ്മൾ തുടർന്നു കൊണ്ടുപോകേണ്ടത്. മാ റഅയ്തു അഹദൻ അഅലമ ബിഫിഖ്ഹിൻ വലാ ബിതിബ്ബിൻ വലാ ബിശൈരിൻ മിൻ ആയിഷ എന്ന് ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അബൂ മൂസൽ അശ്അരി തങ്ങൾ പറയുമായിരുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളായ ഞങ്ങൾക്ക് നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം എന്തെങ്കിലും ഒരു സംശയമുണ്ടായാൽ, ഏതെങ്കിലും ഒരു ഹദീസ്, ആയിഷ ബീവിയുടെ അരികത്തേക്ക് ചെന്ന് ചോദിക്കും, യാ ഉമ്മൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാതാവായവരെ ആയിഷ ബീവി, ഞങ്ങൾക്കൊരു സംശയമുണ്ട്. എങ്ങനെ പഠിപ്പിക്കാന്നറിയോ? മിൻ വറാഇ ഹിജാബ് വഇദാ സഅൽതുമൂഹുന്ന മതാഅ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. അന്യപുരുഷന്മാരുമായി ഇടപഴകാത്ത രീതിയിൽ ഒരു മറ വിരിച്ചതിന്റെ ശേഷം മറക്കിപ്പുറത്ത് നിന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സ്വഹാബത്തിനെ പഠിപ്പിക്കുമായിരുന്നു. എന്തെങ്കിലും ഞങ്ങൾക്ക് സംശയം വന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷ ബീവിയുടെ അടുത്തതിന് പരിഹാരമുണ്ടായിരുന്നു. ആര് പറയുന്നു? അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, നബിയുടെ സ്വഹാബി പറയാൻ. അങ്ങനെയൊക്കെയാണെങ്കിൽ അഭിമാനല്ലേ? അങ്ങനെയൊക്കെയാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് അഭിമാനമല്ലേ? യാ അല്ലാഹ്. അല്ലാമ മസ്റൂഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരോട് ആളുകൾ ചോദിച്ചു, ആയിഷ ബീവിക്ക് ഫറായിദ് അറിയുമായിരുന്നോ? ഫറായിദ് എന്ന് പറഞ്ഞാൽ അനന്തരാവകാശ നിയമം. വാപ്പ മരിച്ചാൽ, ഉമ്മ മരിച്ചാൽ എത്രയാണ് ഓരോരുത്തർക്കും കിട്ടുക? ഫറായിദ് ഇച്ചിരി കോംപ്ലിക്കേഷനുള്ള വിഷയമാണ്. പറഞ്ഞു, വല്ലാഹി ലഖദ് റഅയ്തുൽ അഹ്ബാറ മിൻ അസ്ഹാബി മുഹമ്മദിൻ യസ്അലൂനഹാ അനിൽ ഫറായിദ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ പ്രഗൽഭരായ സ്വഹാബിമാർ ആയിഷ ബീവിയോട് ചെന്നിട്ടാണ് പഠിച്ചിരുന്നത് ഫറായിദിന്റെ മസ്അലകൾ, അനന്തരാവകാശ നിയമം. ആയിഷ ബീവി പറഞ്ഞു കൊടുക്കണം. ആർക്ക്? അഹ്ബാറു അസ്ഹാബി റസൂലില്ലാഹ്, നബി തങ്ങളുടെ സ്വഹാബികളിൽ പ്രഗൽഭരായ പണ്ഡിതന്മാർ. അങ്ങനെയാണ്, അവരിൽ നിന്നാണ് പഠിച്ചത്. സ്വഹീഹ് മുസ്ലിം, സ്വഹീഹുൽ ബുഖാരിയിൽ കർമ്മശാസ്ത്ര നിയമങ്ങൾ വന്ന ഹദീസുകൾ 1200 1200 ഹദീസുകൾ അഹ്കാമുകളാണ്, നിയമങ്ങളാണെങ്കിൽ സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും നമ്മളിന്ന് കാണുന്നതിൽ 290-ലേറെ ഹദീസുകൾ ആയിഷ റളിയല്ലാഹു അൻഹ മാത്രം റിപ്പോർട്ട് ചെയ്തവയാണ്. യാ അല്ലാഹ്, യാ അല്ലാഹ്. من أنفذ الناس رأيا في الدين ودقائق الكتاب المبين. അല്ലാഹുവിന്റെ കിതാബ് മനോഹരമായി ഓതുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്തിരുന്ന നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയും നമ്മുടെ ഉമ്മയുമാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഒരു മഖ്സൂമിയായ പെണ്ണിന്റെ കഥയുണ്ട്. മോഷണം ചെയ്തു, നബി തങ്ങൾ കൈമുറിക്കാൻ വേണ്ടി പറഞ്ഞു. അൽ മർഅത്തുൽ മഖ്സൂമിയ, ചരിത്രത്തിൽ എങ്ങനെയാ പറയാം? മോഷണം ചെയ്തു, കൈമുറിച്ചു. ആ പെണ്ണിന്റെ കൈമുറിക്കാൻ പറഞ്ഞപ്പോഴാണ്
മുത്തുനബി തങ്ങളോട് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു റെക്കമെൻഡേഷൻ ചെയ്ത, നബിയെ നല്ല തറവാടുള്ള കുടുംബല്ലേ, കയ്യൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരൊക്കെ അറിയില്ലേ അവര് ഭക്ഷണം ചെയ്തത്, ഒന്ന് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തൂടെ എന്ന് ചോദിച്ചപ്പോഴാണ് ലൗ അന്ന ഫാത്തിമ ബിൻത് മുഹമ്മദ് നബിയുടെ എന്റെ സ്വന്തം മോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അത് ചെയ്താലും ഞാൻ കൈമുറിക്കുമെന്ന് മുത്തുനബി പറഞ്ഞത് ഈ അനുഭവത്തിലാണ്. ആ പെണ്ണ് കൈമുറിക്കപ്പെട്ടതിന്റെ ശേഷം അവരെ സംബന്ധിച്ചുള്ള ചരിത്രം എങ്ങനെയാണ്? ഫകാനത് തഅതി ബഅദ ദാലിക ഇലാ ബൈതി ആയിഷ തതഫഖഹു ഫീ ദീനിഹാ. കൈമുറിക്കപ്പെട്ടതിന്റെ ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ചെന്ന് ഇൽമു പഠിച്ചിരുന്ന ആയിഷ ബീവിയുടെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട മഹദിയായി ആ പെണ്ണ് മാറിയിട്ടുണ്ട്. കൈമുറിക്കപ്പെട്ടതിന്റെ ശേഷം പിന്നെ ദർസാണ്, ഇൽമു പഠിക്കലായിരുന്നു ജോലി. ആരാ പഠിപ്പിക്കുന്നത്? പണ്ഡിതയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ. പുരുഷന്മാരെക്കാളും സ്വഹാബികൾ പ്രഗൽഭരായ ആളുകളെക്കാളും ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത് അങ്ങേറ്റത്തെ അതിശക്തമായ ഹിഫ്ള്, മനപ്പാടെന്ന് പറഞ്ഞാൽ ലഫ്ളാണ്, അക്ഷരമായി വളരെ കൃത്യമായി മനപ്പാടമുണ്ടായിരുന്ന കാര്യങ്ങൾ ഗഹനം ചെയ്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്ന പണ്ഡിതയല്ലേ ഈ ഉമ്മത്തിന്റെ മാതൃക. മുത്തുനബി തങ്ങളും അവിടുത്തെ കുടുംബവും ഈ ഉമ്മത്തിന്റെ മാതൃകയാണ്. അതല്ലേ ഖുർആൻ പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. തബഖാത്തുൽ കുബ്രയുണ്ട്. അല്ലാമ മുഹമ്മദ് ഇബ്നു സഅദ് തങ്ങളുടെ തബഖാത്ത്, ഹദീസ് റിവായത്ത് ചെയ്ത റിപ്പോർട്ട് ചെയ്ത ആളുകളുടെ പരമ്പരകൾ, അവരുടെ ബയോഗ്രഫി ചർച്ച ചെയ്ത കിതാബാണത്. ആ തബഖാത്തിൽ മഹദികളായ പെണ്ണുങ്ങൾ അള്ളാഹുവിന്റെ റസൂലിൽ നിന്നും നബി തങ്ങളുടെ സ്വഹാബികളിൽ നിന്നും കേട്ടുപഠിച്ച ഹദീസിന്റെ പണ്ഡിതകളായ പെണ്ണുങ്ങളെ അല്ലാമ ഇബ്നു സഅദ് തങ്ങൾ തബഖാത്തുൽ കുബ്രയിൽ കൊണ്ടുവന്നത് 700ഓളം മഹദിമാർ, ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹദിമാർ ഈ ഉമ്മത്തിനുണ്ടായിട്ടുണ്ട്. 700ഓളം. അത് ഒരു പണ്ഡിതന് കിട്ടിയത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഗുരു ആരെന്നറിയോ? അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹ എന്ന് പറയപ്പെടാറുണ്ട്. അലി റളിയല്ലാഹു അൻഹു വിജ്ഞാനത്തിന്റെ ഒരു നഗരത്തിന്റെ കവാടമാണ്. അലി റളിയല്ലാഹു അൻഹു മഹാനായ മുത്തുനബിയുടെ ഈ പുതിയാപ്പിള ഇൽമു പഠിച്ചത് ഒരു മഹദിയിൽ നിന്നാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ വേല ചെയ്തിരുന്ന ഹബീബിന്റെ വീട്ടിലെ വേലക്കാരിയായിരുന്ന മൈമൂന ബിൻതു സഅദ് റളിയല്ലാഹു അൻഹയിൽ നിന്നാണ് അലി റളിയല്ലാഹു അൻഹു ഹദീസ് എന്ന് പറഞ്ഞാൽ തന്നെ സ്വീകരിക്കാൻ പറ്റൂല. പിന്നീട് ബാക്കിയുള്ള വിഷയങ്ങൾ. അദാലത്തിനെ സംബന്ധിച്ചു വന്ന ഇമാമുന ദഹബി തങ്ങളുടെ ഹാഫിദ് ദഹബിയുടെ കിതാബുണ്ട് മീസാനുൽ ഇഅ്തിദാൽ. ആയിരക്കണക്കിന് പുരുഷന്മാരെ പറ്റൂല എന്ന് പറഞ്ഞപ്പോ ഇമാമുന ദഹബി തങ്ങൾ ഒരൊറ്റ പെണ്ണിനെ കുറിച്ചും അയോഗ്യത കൊടുത്തിട്ടില്ല. അല്ലാമ ദഹബി റളിയല്ലാഹു അൻഹു ഒരു പെണ്ണും അയോഗ്യയാക്കിയിട്ടില്ല. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അയോഗ്യരാക്കപ്പെട്ട പുരുഷന്മാരെമ്പാടുമുണ്ട്. അപ്പൊ ആളുകൾ ചോദിക്കും, പെണ്ണുങ്ങൾ കുറവല്ലേ എന്ന്. അല്ല, കുറവല്ല, പെണ്ണുങ്ങൾ എമ്പാടുണ്ട്. എന്നിട്ട് പോലും മഹാനായ അല്ലാമ ദഹബി തങ്ങൾ പറഞ്ഞു, വമാ അലിംതു മിനൻ നിസാഇ മനിത്തുഹിമത് വലാ മൻ തറകൂഹാ. സംശയാസ്പദമായ രീതിയിലോ അല്ലാതെയോ അയോഗ്യരാക്കപ്പെട്ട ഒരു പെണ്ണിനെ കുറിച്ചും എനിക്കറിയില്ല. പക്ഷേ പുരുഷന്മാരിൽ, ആണുങ്ങളിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുകളിൽ ആയിരക്കണക്കിന് ആളുകൾ അയോഗ്യരാക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഹദീസ് പണ്ഡിതന്മാർ പഠിക്കും. അവർ പഠിച്ചിട്ടാണ് ഒരു ഹദീസ് സ്ട്രോങ് ആണോ അല്ലേ എന്ന് പറയാം. പക്ഷെ പെണ്ണുങ്ങളിൽ ഒരാളും അങ്ങനെ ഉണ്ടായിട്ടില്ല. മഹദിമാർ, സഹോദരിമാർ, ഇത് നിങ്ങൾക്ക് അഭിമാനമാണ്. പെണ്ണുങ്ങൾ കുറച്ചല്ലേ എന്ന് ചോദിക്കണ്ട. അല്ലാമ ഇബ്നു അസാക്കിർ, ഹാഫിദ് ഇബ്നു അസാക്കിർ, ഹിജ്റ 571 വഫാത്തായ അല്ലാമ ഇബ്നു അസാക്കിർ റഹ്മത്തുള്ളാഹ്, മഹാനവറുകൾ ഹദീസ് പണ്ഡിതന്മാരെ സംബന്ധിച്ച് ഹദീസ് പണ്ഡിതന്മാരുടെ നേതാവാൻ. ഹാഫിദുൽ ഉമ്മ അല്ലാമ ഇബ്നു അസാക്കിർ അങ്ങനെ അറിയപ്പെടുക. ഹാഫിദുൽ ഉമ്മ, ഈ സമൂഹത്തിന്റെ തന്നെ ഹാഫിദായ മഹാനാണ്. അത്രയും ഹിഫ്ദ് ഉണ്ടായിരുന്ന അല്ലാമ ഇബ്നു അസാക്കിർ. ബഹുമാനപ്പെട്ടവർ
പഠിച്ചെടുത്ത പെണ്ണുങ്ങളായ മഹതിമാരായ ഉസ്താദുമാർ, പെണ്ണുങ്ങൾ ഉസ്താദുമാർ. ആരുടെ ഉസ്താദ്? അല്ലാമ ഇബ്നു അസാക്കിർ എന്ന ഹദീസ് പണ്ഡിതന്റെ ഉസ്താദുമാരായ പെണ്ണുങ്ങൾ 80-ലേറെയാണ്. 80-ലേറെ. അല്ലാമ ഇബ്നു അസാക്കിർ തങ്ങളോ ഹിജാസ് വിട്ട് ഈജിപ്തിലേക്കോ മൊറോക്കോയിലേക്കോ അങ്ങ് സ്പെയിനിലേക്കോ കടന്നുപോയിട്ടില്ലതാനും. ഹിജാസിന്റെ ഭാഗത്ത് ഈസ്റ്റേൺ റീജിയനിൽ മാത്രം ജീവിച്ചിട്ട് തന്നെ ഒരു ആലിമിന് 80ഓളം മഹതിമാരായ പണ്ഡിതകളിൽ നിന്ന് ഇൽമു പഠിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ കാലത്ത് പണ്ഡിതകൾ ധാരാളമുണ്ടെന്നാണ്. ഈ ഒരു ലെഗസിയാണ് നമുക്ക് വഴിയിലെവിടെയോ നഷ്ടപ്പെട്ടു പോയത്. അതാണ് നമുക്കിന്ന് വീണ്ടെടുക്കാനുള്ളത്. ആ വീണ്ടെടുക്കലിന്റെ നിയോഗം പൂക്കോട്ടൂരിന്റെ മണ്ണിന് അല്ലാഹു നൽകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പണ്ഡിതകൾ കടന്നു വരണം. പണ്ഡിതകളായ ആലിമച്ചുകൾ വന്നാൽ അവരെ കൊണ്ടാണ് ഈ സമൂഹത്തിൽ നല്ല മക്കളുണ്ടാവുക. പാപ്പമാരുടെ അധ്വാനമല്ല, ഉമ്മമാരാണ് നല്ല മക്കളെ ഉണ്ടാക്കുന്നത്. ഉമ്മമാരാണ്. وهل يرجى لأطفال صلاح إذا ارتضعوا ثدي الناقصات. അവർ ഇൽമ പഠിച്ചിട്ടുണ്ട് എന്ന് മഹാനായ അല്ലാമ പണ്ഡിതന്മാർ അല്ലാമ ഇബ്നു അസാക്കിർ തങ്ങളുടെ തർജുമയിൽ അനുബന്ധങ്ങളിലും കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. ഇബ്നു സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോളെ പോലെ പ്രഗൽഭരായ പണ്ഡിതകൾ വേണം. മദീനയിൽ അല്ലാമ അഷ്ഹബ് റളിയല്ലാഹു അൻഹു മദീനയിലെത്തിയപ്പോഴാണ് കച്ചവടത്തിന്റെ നിയമങ്ങൾ അറിയുന്ന ഒരു പെണ്ണിനെ കണ്ടത്. മദീനയിൽ കച്ചവടം നടക്കുന്നു. അലാ സാകിനിഹാ അഫ്ളലുസ് സ്വലാത്തി വസ്സലാം. ഹബീബിന്റെ മദീനയിൽ അല്ലാമ അഷ്ഹബ് റളിയല്ലാഹു അൻഹു വന്നപ്പോ അന്നവിടെ പച്ചക്കറി വിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. പച്ചക്കറി വിൽക്കുന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് അവരിൽ നിന്ന് പച്ചക്കറി വാങ്ങിക്കണമെങ്കിൽ മദീനയിലെ സിസ്റ്റം അതിന് പകരം റൊട്ടി കൊടുക്കണം. ഖുബ്സ് കൊടുത്താൽ പച്ചക്കറി. കാരണം ബാർട്ടിംഗ് സിസ്റ്റമാണ്. ബാർട്ടർ സിസ്റ്റം. എന്താ പറയാ? ബാർട്ടർ സിസ്റ്റം അല്ലെ? കറൻസി ഇല്ല. ഭക്ഷണം കൊടുത്തിട്ട് ഭക്ഷണം വാങ്ങിക്കുക, റൊട്ടി കൊടുക്കുക, പച്ചക്കറി വാങ്ങിക്കുക, ഇറച്ചി കൊടുക്കുക, ഗോതമ്പ് വാങ്ങിക്കുക, അങ്ങനെയാണ്. അപ്പോ അല്ലാമ അഷ്ഹബ് റളിയല്ലാഹു അൻഹു അവിടെ ചെന്നപ്പോ ആ പെണ്ണിനോട് ഇച്ചിരി പച്ചക്കറി വാങ്ങിച്ചിട്ട് ഇതിന്റെ പൈസയായ റൊട്ടി ഖുബ്സ് വൈകുന്നേരമാണ് നമ്മുടെ ബേക്കറിക്കാരൻ വരുന്നത്, ഖുബ്സ് ഉണ്ടാക്കുന്ന ആൾ വരുന്നത്, അതുകൊണ്ട് വൈകുന്നേരം തന്നാ പോരെ എന്ന് ചോദിച്ചപ്പോ പെണ്ണ് പറഞ്ഞു പറ്റൂല. എന്തുകൊണ്ട് പറ്റൂല? ഭക്ഷണത്തിന് പകരം വിൽക്കുമ്പോ റൊക്കമായിട്ട് കൊടുക്കണമെന്നല്ലേ, അല്ലെങ്കിൽ ഹലാലാവില്ലല്ലോ. അതുകൊണ്ട് പൈസ ഇപ്പൊ തന്നാലേ എനിക്ക് ഈ പച്ചക്കറി വിറ്റ് തരാൻ പറ്റുള്ളൂ, അത് പിന്നെ തരാൻ പറ്റില്ല. അത് യദം ബിയദിൻ, റൊക്കമായിട്ട് അപ്പൊ തന്നെ തരണം എന്ന് പറഞ്ഞപ്പോ അല്ലാമ അഷ്ഹബ് തങ്ങൾ ചോദിച്ചു, അല്ല ഈ പെൺകുട്ടി എവിടുന്ന് വന്നതാണ്? ആരാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാര് എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഇത് മഹാനായ മദീനയുടെ പണ്ഡിതൻ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന അവിടുത്തെ സേവകയായ പെണ്ണാണ്. വീട്ടിലെ വേലക്കാരി പെണ്ണ് ഫിഖഹിന്റെ മസലകൾ വലിയ വലിയ ആളുകൾക്ക് തിരുത്തി കൊടുക്കാൻ പണ്ഡിതകളായിരുന്നു. ചെയ്യുന്ന ജോലിയിൽ എന്ത് അരുത്, എന്ത് ഹലാൽ, എന്ത് ഹറാം എന്ന് പെണ്ണുങ്ങൾക്കറിയുമായിരുന്നു അന്നത്തെ കാലത്ത്. മാലിക് റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട മോള്, മാലിക് ഇമാമിന്റെ ലോകപ്രസിദ്ധമായ ഗ്രന്ഥമാണ് മുവത്ത. അൽ മുവത്ത ഫിഖഹിന്റെയും ഹദീസിന്റെയും സമാഹരണമായതുകൊണ്ട് ഹദീസിന്റെ ആദ്യ ഗ്രന്ഥങ്ങളിൽ അത് ഉൾപ്പെടുത്താത്തത്. പക്ഷേ അത് ഹദീസിന്റെ ആദ്യ ഗ്രന്ഥമാണ്. പക്ഷെ അതിൽ ഫിഖഹുണ്ട്. റഈ സ്വഹാബ, സ്വഹാബത്തിന്റെ അഭിപ്രായങ്ങളൊക്കെ ചേർത്തതുകൊണ്ട് ഫിഖഹും ഹദീസുമുള്ള ഗ്രന്ഥം ഇരിക്കട്ടെ. ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുഅത്ത. ആ മുഅത്ത ഇമാം അവറുകൾ ഓതിക്കൊടുക്കുമ്പോ സ്വന്തം പ്രിയപ്പെട്ട മകൾ വാതിലിന്റെ പിന്നിലിരിക്കും. അന്ന് ശിഷ്യൻ ഗുരുവിന് ഓതിക്കൊടുക്കലാണ്, അതേ കിതാബ് ചൊല്ലിക്കൊടുക്കലാണ്, ഉസ്താദ് തിരുത്തി കൊടുക്കും. അങ്ങനെയാണ്. ഇമാമുന മാലിക് തങ്ങളുടെ വീട്ടിൽ പഠിക്കാൻ വന്ന 100 കണക്കിന് ആളുകൾ. മാലിക് ഇമാമിന്റെ മുമ്പിൽ ഏതെങ്കിലും ഒരു ശിഷ്യൻ കിതാബ് ഓതി തുടങ്ങുമ്പോ തെറ്റുപറ്റിയാൽ ഈ മോള് വാതിലിങ്ങനെ മുട്ടിക്കൊടുക്കും. അപ്പൊ വാപ്പ പറയും, മോനെ തെറ്റിയിട്ടുണ്ട്, തിരുത്ത് എന്ന് പറയും. അപ്പൊ നോക്കുമ്പോ തെറ്റിയിട്ടുണ്ടാവും. വീണ്ടും ഓതി കൊടുക്കാൻ വാതിൽക്ക മുട്ടുന്നു, മോള് വാതിൽക്ക മുട്ടിക്കൊടുക്കും തെറ്റ് കേട്ടാൽ. അങ്ങനെ പണ്ഡിതന്മാരെ തിരുത്തി കൊടുത്തിരുന്ന മോള് മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. എന്റെ മുഅ്മിനീങ്ങളെ, ഇസ്ലാമിന്റെ ലോകത്തെ ഈ ഒരു അഭിവൃദ്ധിയാണ്, ഈ ഒരു മഹാത്മ്യമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. നമ്മൾ എന്തേ ഐഹികമായ വെറും ശരീരത്തിന്റെ ആനന്ദത്തിന് വേണ്ടി മനുഷ്യന്മാർ ആണും പെണ്ണും ഓടി നടക്കുന്ന ഹമ്മുഹുൽ അക്ലു വശ്ശുർബു വൽ ഫർജ്, മനുഷ്യന് ഭോഗിക്കുക, തിന്നുക, കുടിക്കുക എന്നല്ലാതെ മറ്റൊന്നും ആഗ്രഹമില്ലാത്തൊരു കാലം അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അലാഉദ്ദീൻ സമർഖന്ദി റളിയല്ലാഹു അൻഹു സ്വാഹിബ് തുഹ്ഫയുടെ പണ്ഡിതനാണ്. നമുക്കറിയുന്നൊരു തുഹ്ഫയുണ്ട്.
ഫിഖഹിന്റെ തുഹ്ഫ ഇബ്നു ഹജർ തങ്ങളുടേതല്ല, തുഹ്ഫത്തുൽ ഫുഖഹ എന്ന് പറഞ്ഞ് വേറെ ഒരു തുഹ്ഫയുണ്ട്. ആ തുഹ്ഫയുടെ പണ്ഡിതനാണ് അലാഉദ്ദീൻ സമർഖന്ദി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ആ അവരുടെ മകൾ തുഹ്ഫത്തുൽ ഫുഖഹ മനപ്പാഠമാക്കിയ പെണ്ണായിരുന്നു. കിതാബ് മനപ്പാഠമാക്കിയെന്ന്. മഹാനവറുകളുടെ ഈ മോളെ കല്യാണം കഴിച്ചു കൊടുത്ത ആർക്കാന്നറിയോ? അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ മഹാനായ അല്ലാമ അബൂബക്കറുൽ ഖാസാനി റളിയല്ലാഹു അൻഹു, മലിക്കുൽ ഉലമാ, ഉലമാഇന്റെ രാജാവ്. ഇന്നങ്ങട്ട് പേരിടാണ്. എന്തൊക്കെയാണ് ഉലമാഇന്റെ, അത് ഉലമാഇന്റെ, ഇത് ആലിമീങ്ങളുടെ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ആളുകളൊക്കെ വലിയ വലിയ മലിക്കുൽ ഉലമ എന്ന് പേരിടാൻ ഞാൻ മതി. എനിക്ക് അതാ പേടി. അർഹിക്കാത്ത ആളുകൾ അർഹിക്കാത്തത് കൊണ്ടുപോയാൽ അതിന്റെ നിലവാരം നഷ്ടപ്പെടുകയാണ്. മലിക്കുൽ ഉലമ, പണ്ഡിതന്മാരുടെ രാജാവെന്നറിയപ്പെട്ട അബൂബക്കറിൽ ഖാസാനി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പ്രഗൽഭമായ കിതാബാണ് അൽ ബദാഇ. ബദാഇ എന്ന കിതാബ് തുഹ്ഫത്തുൽ ഫുഖഹാഇന്റെ ശറഹാണ്. ആ ശറഹ് എഴുതിയപ്പോ സ്വന്തം ഗുരുനാഥന്റെ മുമ്പിൽ കൊണ്ടുപോയി കൊടുത്തു. ബദാഇ ഞാൻ എഴുതിയിരിക്കുകയാണ്, അങ്ങെഴുതിയ കിതാബിന്റെ ശറഹാണ്, വ്യാഖ്യാനമാണിത്. അത് പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു, എന്റെ മോളെ നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് തരികയാണ് ഈ കിതാബ് മഹറായിട്ട്. അന്നത്തെ കാലക്കാര് പറയും ശറഹ തുഹ്ഫതഹു വതസവ്വജ ഇബ്നതഹു, അദ്ദേഹത്തിന്റെ തുഹ്ഫയ്ക്ക് വ്യാഖ്യാനം കൊടുത്തു, അവരുടെ മോളെ കെട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു മഹാനായ ഖാസാനി റഹ്മഹുല്ലാ എന്ന്. പാണ്ഡിത്യത്തിന്റെ പേരിലാണ് കെട്ടിച്ചു കൊടുക്കുന്നത്. ഇന്ന് അങ്ങനെയല്ല. എന്താ ഗൾഫിൽ പണി? പണ്ടൊക്കെ ഗൾഫുകാരനായാൽ മതി, ഇപ്പൊ അതല്ല. ഗൾഫിൽ എന്താ പണി എന്നാ ചോദിക്കുക പുതിയാപ്പിളക്ക്. പിന്നെ അടുത്ത ചോദ്യം, അല്ല ഫാമിലി സ്റ്റാറ്റസ് ഉണ്ടോ? കെട്ടിക്കൂട്ടി 6 കൊല്ലം കഴിഞ്ഞിട്ട് 4 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ വരുന്ന ഏർപ്പാടാണോ? അല്ല ഇവളെ കൊണ്ടുപോകില്ലേ? അങ്ങനെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ജോലി നഷ്ടപ്പെട്ട എത്രയോ കേസുണ്ട്. വലിയ വലിയ മോഹങ്ങൾ വെച്ചിട്ടേ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത് ഒരു മനുഷ്യന്റെ ഇൽമും തഖ്വയും നോക്കിയിട്ടാണ്. എന്നാ ഏർപ്പാടൊന്നും ഇല്ല. ഉസ്താദ്മാർക്കൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ആരെങ്കിലും വല്ല മുത്തഅല്ലിമീങ്ങൾക്കൊക്കെ, മുത്തഅല്ലിമീങ്ങൾ പഠിച്ചു മാറ്റി ഓടിച്ചുകൊണ്ടോണ കാലാണ് കെട്ടിച്ചു കൊടുക്കാൻ. അള്ളാന്റെ വിധിനെ തർക്കാൻ പറ്റില്ലെന്ന് ഏതൊരു വളവും പറഞ്ഞ്